ഇനിയിപ്പോൾ നമ്മൾ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഓഫ് ആക്ടിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കുറച്ച് പേര് ആദ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്. അത് എന്നാണ് ഈ ഒരു PSS ആക്ട് വന്നതെന്നാണ്? ശ്രദ്ധ, PSS ആക്ട് വന്നത് എന്നാണ്? 2007 ഓഗസ്റ്റ്. അത് കെയിം ഇൻ ടു ഫോഴ്സ് 12 ഓഗസ്റ്റ് 2008 കേട്ടോ. ബൾക്ക് ട്രാൻസാക്ഷൻ, അതായത് ഒരു ഓർഗനൈസേഷന്റെ സാലറി, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഒക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓറഞ്ച് ലേബൽ ഷെയർ ട്രാൻസാക്ഷൻസ് നടത്താൻ. അപ്പൊ ഗ്രീൻ ലേബലോ? അഗ്രികൾച്ചർ. യെല്ലോ ലേബലോ? ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട്, യെല്ലോ ഇ കൊമേഴ്സ്. പിങ്ക് ലേബലോ? വുമൺ ബാങ്കിങ്. ഇപ്പൊ നമ്മൾ നമ്മുടെ കമ്പൈൻ സ്റ്റഡി നടത്തുകയാണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള എത്ര കുട്ടികളാണുള്ളത്, അവർക്ക് അവൈലബിൾ ആയ സമയത്ത് നമ്മൾ മെന്ററുടെ നേതൃത്വത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തുള്ള ഡൗട്ടുകളൊക്കെ അന്നപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫ്ലൈൻ എങ്ങനെയാണോ, ഓഫ്ലൈനിൽ നമ്മൾ കമ്പൈൻ സ്റ്റഡി എങ്ങനെയാണോ നടത്തുന്നത് അതേ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ അവരുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയി അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കമ്പൈൻ സ്റ്റഡികളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ബാച്ച് കേസ് കാർഡ് GCക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും പഠിക്കാൻ തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് പഠിക്കാനായിട്ട് റെഡി ആണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.